റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇവിടെ 1ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് നിറം നൽകാം, കുടുംബമരം തയ്യാറാക്കാം എന്നാണ്. കുടുംബത്തിൽ നിന്ന് 6 പേരെ എഴുതാനാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിലുള്ളത്. ഇവിടെ ഉപ്പ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആരെഴുതാം? ഉമ്മ എഴുതാം. പിന്നെ വല്ലിമ്മ, വല്ലിപ്പ അവരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ആരുണ്ടാവും? സഹോദരൻ, പിന്നെ സഹോദരി ഉണ്ടാവും, സഹോദരി, പിന്നെ അനിയനുണ്ടാകും, ജ്യേഷ്ഠൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാകും. ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതിയെന്ന് മാത്രം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം എഴുതാം എന്നാണ്. അതിൽ 1ാമത്തെ ചോദ്യം ഭോജനത്തിൻ്റെ മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ്. നമ്മൾ 4ാമത്തെ പാഠത്തിൽ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ടല്ലേ. അന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബുമായിരിക്കുക, ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക, പിന്നെ 2 കൈകളും വായയും കഴുകുക, ഇരുന്ന് കഴിക്കുക, വലതു കൈ കൊണ്ട് കഴിക്കുക, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ഞാനിവിടെ എളുപ്പമുള്ള 2 എണ്ണം എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 എണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് 2 കൈകളും വായയും കഴുകുക, അടുത്തത് ഇരുന്ന് കഴിക്കുക. ഇനി 2ാമത്തെ ചോദ്യം എന്താ? അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികളോട് കുറേ കടമകൾ നമുക്കുണ്ടല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം. ഇവിടെ നമ്മുടെ പേജ് നമ്പർ 8 നോക്കിയാൽ അയൽവാസികളോടുള്ള കടമകൾ പറയുന്നത് കാണാം. എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഏത് എഴുതാം. ഞാനിവിടെ ഒരു 2 എണ്ണം എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഒന്ന് അവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റൊന്ന് അവരെ ബഹുമാനിക്കുക. ഇനി 3ാമത്തെ ചോദ്യം എന്താ? കുടുംബബന്ധം പുലർത്തിയാൽ. കുടുംബബന്ധം പുലർത്തിയാൽ നമുക്ക് ചില ഗുണങ്ങളൊക്കെ ലഭിക്കൂലേ. ആദ്യ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസ്ഖ് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ 2 എണ്ണം എഴുതുന്നു. ഇതാ എഴുതിയത്. ഒന്ന് റിസ്ഖ് വിശാലമാകും, 2ാമത്തത് ആയുസ് കൂടും. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ്. എന്താ അതിൽ 1ാമത്തെ ചോദ്യം എന്താ? 1ാമത്തെ ചോദ്യം ഖുറാസാനിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതൻ്റെ പേരെന്താണ്? എന്താണ് ഖുറാസാനിൽ ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനും അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിയെയും കുറിച്ച്, ജൂതനായ ഒരു അയൽവാസിയെയും കുറിച്ച് നമ്മൾ കഥ പഠിച്ചല്ലോ. ആ പണ്ഡിതൻ്റെ പേരെന്താണ്? അബ്ദുല്ലാഹിബിനുൽ മുബാറക്. അബ്ദുല്ലാഹിബിനുൽ മുബാറക് എന്നാണ് പേര്. അപ്പോൾ അത് എഴുതാം. അബ്ദുല്ലാഹിബിനുൽ മുബാറക്. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? ആരാണ്? അതിൻ്റെ നിർവചനമാണ് എഴുതേണ്ടത്. ആരാണ്? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർ എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 3ാമത്തെ ചോദ്യം എന്താ? ആരാണ് നമ്മുടെ അയൽവാസികൾ? അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ. അവരല്ല അയൽവാസികൾ. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ, അവർക്കാണ് അയൽവാസികൾ എന്ന് പറയാം. അപ്പം അങ്ങനെ എഴുതാം. ഇനി
നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വരികയാണെങ്കിൽ അവരാണ് അതിഥി. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് 2 എഴുതാനാണ്. നമ്മൾ വിരുന്നുകാരുടെ അവർ തമ്മിലുള്ള മര്യാദകളൊക്കെ പേജ് നമ്പർ 10 പഠിച്ചിട്ടുണ്ട്. അതിൽ 2 കൂട്ടരും പാലിക്കേണ്ട മര്യാദകൾ പറയുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് 2 ആരാ? അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വിരുന്നിൻ്റെ മര്യാദകൾ എന്നുള്ളതിൽ 3ാമതായിട്ട് പറയുന്നുണ്ട്. അതാണ് 1. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. അതാണ് 1. മറ്റൊന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? വിരുന്നുകാർ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 വിരുന്നുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. 2ാമത്തത് മുകളിൽ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ എഴുതാം. ഇനി 5ാമത്തത് തുടക്കത്തിൽ, അഥവാ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എന്തു ചെയ്യണം എന്നാണ്. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലുക. ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലുക. ഇനി 4ാമത്തെ ആക്ടിവിറ്റി എന്താണ്? പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ലൈസൽ മുഅ്മിനു ഡാഷ് ജംബിഹി എന്നാണ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി എന്നാണ്. അപ്പോൾ ലൈസൽ മുഅ്മിനു കഴിഞ്ഞിട്ട് എങ്ങനെ? അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ എന്നാണ് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി എന്നാകും. ഇനി അടുത്തത് ആശയമെഴുതാം എന്നാണ്. 5ാമത്തത് ആശയമെഴുതാം. അതിലെന്താ ചോദ്യം? വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു എന്നാണ്. ഇതുപോലെ മറ്റൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഫൽയസിൽ റഹിമഹു എന്നാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അവസാന ഭാഗമാണ് മാറ്റം. എങ്കിലും അർത്ഥം എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ എന്നാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. ഇനി ഇവിടെ ഈ ഫൽ യസിൽ റഹിമഹു മാറിയിട്ട് ഫൽ യുക്രിം ലൈഫഹു എന്നാണെങ്കിലോ അവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്ന് ലാസ്റ്റ് മാറ്റി കൊടുക്കണം. അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ എന്നുള്ളിടത്ത് അവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാക്കേണ്ടി വരും. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം എന്നാണ്. ക്രമത്തിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹദീസ് ഇവിടെ ക്രമത്തിലാക്കാനാണ് വന്നിട്ടുള്ളത്. എന്താണത്? ഇവിടെ ഫൽയുക്രിം യുഅ്മിനു ബില്ലാഹി മൻ കാന വൽ യൗമിൽ ആഖിരി ലൈഫഹു എന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ക്രമത്തിലാക്കാം? ഫസ്റ്റ് വേണ്ടത് എന്താ? മൻ കാന, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. മൻ കാന. അടുത്തത് വേണ്ടത് 2ാമത് ഇതാണ് യുഅ്മിനു ബില്ലാഹി. മൻ കാന യുഅ്മിനു ബില്ലാഹി. പിന്നെ 3ാമത്തത് ഇതാണ് വേണ്ടത് വൽ യൗമിൽ ആഖിരി. വൽ യൗമിൽ ആഖിരി എന്ന് 3ാമത് കൊടുക്കുക. പിന്നെ 4ാമത് ഫൽ യുക്രിം എന്നാണ് വേണ്ടത്. ഫൽ യുക്രിം. ഇനി അവസാനമായിട്ട് 5ാമതായിട്ട് ലൈഫഹു. ഫൽ യുക്രിം ലൈഫഹു. അപ്പോൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യുക്രിം ലൈഫഹു എന്നാവും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ
പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.